ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആലപ്പാട്ട് അമ്പലത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയാണ്. അപ്പം ഞാൻ എല്ലാ വർഷവും പോകുന്നതാണ്. അപ്പോൾ ഈ വർഷവും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴാണ് നമ്മുടെ ഡയറി വന്നത്. എൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് ദിവസം മുൻപേ ആയിരുന്നു ഈ ഡയറി ഞാൻ ഓർഡർ ചെയ്തത്. ഇത് വന്നത് ജൂലൈ 7-നായിരുന്നു. അത് എൻ്റെ ബർത്ത്ഡേ ജൂലൈ 1-നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം കൂടെ അൺബോക്സ് ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോയുടെ കൂട്ടത്തിൽ ഈ ഡയറിയും കൂടെ ഉൾപ്പെടുത്തി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ ഇത്രയും വൈകിയത്. അന്നേരമായിരുന്നു അമ്പലത്തിലെ പരിപാടികൾ. അങ്ങനെ അമ്പലത്തിലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. അന്നേരം പിന്നെ സ്റ്റോറേജ് ഒക്കെ തീർന്നപ്പോഴത്തേക്കും ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോസും കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഉടൻ തന്നെ ആ വീഡിയോയും കൂടി ഇടാമേ. ഇത് ഓർഡർ ചെയ്തപ്പം നമ്മൾ ഫോട്ടോയിൽ കണ്ടത് കുറച്ചും കൂടെ വലുതായിരുന്നു, പക്ഷേ വന്നത് കുറച്ച് ചെറുതാണ് കേട്ടോ. ഈ ഡയറിക്ക് 170-ൽ കൂടുതലായിരുന്നു, എന്തോ 178 അത്ര എങ്ങാണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോയിൽ കണ്ടത് നല്ല വലുതായിരുന്നു, പക്ഷെ വന്നപ്പോൾ അതേ കുറച്ച് ചെറുതാണ്. നീ എവിടം വരെ പഠിച്ചടി അതിഥി? പിന്നെ സ്വരാക്ഷരങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഞാൻ പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് പൂ തരും. ഞാനല്ലാതെ കുറച്ച് പൂ പറിച്ചിട്ടുണ്ട്. വിളക്കും ഇലയൊന്നും കൊണ്ടുവരണ്ട, അത് അമ്പലത്തിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പൂ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അമ്പലത്തിലെത്തി കുറച്ച് കഴിഞ്ഞാണ് നമ്മുടെ വിദ്യാഗോപാല മന്ത്രാർച്ചന തുടങ്ങിയത്. എൻ്റെ കൂടെ അതിഥിമോളും വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ ഇല ഇട്ടു, വിളക്ക് വെച്ചു, പൂവൊക്കെ വെച്ചു. അന്നേരം അതിഥിമോൾക്കും ഒരു ഇലയും വിളക്കും പൂവും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു ഇലയ്ക്കകത്താണ് കേട്ടോ പൂ വെച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം നമ്മൾ ഈ പൂജയ്ക്ക് ചൊല്ലുന്ന മന്ത്രം ഉണ്ടല്ലോ, എൻ്റെ അടുത്തിരുന്ന് അതിഥിമോൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവൾക്ക് നല്ല കറക്റ്റായിട്ട് ചൊല്ലാൻ അറിയത്തില്ല, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന രീതി ചൊല്ലും കേട്ടോ. നല്ല രസമായിരുന്നു ചൊല്ലുന്ന കേൾക്കാൻ. സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ്വ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞ ത്വം പ്രസീദ. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ പൂക്കൾ എടുക്കുക. ഈ മന്ത്രം ചൊല്ലി പിന്നെ വിളക്കിൻ്റെ താഴേക്ക് സമർപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ മാതൃവന്ദനമായിരുന്നു. അതിന് അതിഥിമോള് ഭയങ്കര വഴക്കായിരുന്നു. ഞങ്ങൾ 2 പേരും അമ്മയുടെ കാൽ തൊട്ട് വീഴണം. അതിന് ഞാൻ തൊട്ട് വീഴുന്നതിന് അവൾ തള്ളി മാറ്റിയിട്ട് അവൾ തൊട്ട് വീഴുമായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭജന കേൾക്കാൻ വന്നിരിക്കുകയാണ്. ഞാനും അതിഥി മോളും. അമ്മയാണെങ്കിൽ അരിയാൻ പോയി.
അതിമോളും അരിയുന്നിടത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആബേലിയുടെ പാട്ട് കേട്ടത്. ആബേലി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ്. അവൾ നല്ലോണം പാടും. അപ്പോൾ അവളിതേ നമ്മുടെ ഭജനയുടെ ഇടയ്ക്ക് ഒരു കുട്ടീനെ വിളിച്ച് പാടാൻ പറഞ്ഞു. അന്നേരം അവൾ എണീറ്റ് വന്ന് പാടുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അരിയുന്നിടത്തോട്ട് പോവാണ്. അരിയുന്നിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവാഹത്തിന് സദ്യ ഉണ്ട്. അപ്പോൾ ആ സദ്യക്ക് വേണ്ടിയിട്ട് അരിയുന്ന സ്ഥലമാണ് കേട്ടോ. അന്നേരം ഞങ്ങളുടെ അമ്മയും വല്യമ്മച്ചിയും ഒക്കെ അരിയാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനും അതിഥിമോളും കൂടെ അവിടെ നിന്ന് സാറ്റ് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരാം. അപ്പോഴേക്കും ബൈ.